യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1633. റെയിൽവേ ട്രെയിൻ ചാർജുകൾ വർദ്ധിപ്പിച്ചപ്പോഴെല്ലാം അതെല്ലാം വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമെന്നുള്ള നിലയിൽ തന്നെ. പക്ഷേ ഇത്തവണത്തെ റെയിൽവേയുടെ നിരക്ക് വർധന അങ്ങനെ സാധാരണഗതിയിൽ ചർച്ച ചെയ്യേണ്ട ഒന്നല്ല. കാരണം ഒരേ ട്രെയിനിൽ തന്നെ ഒരേ കമ്പാർട്ട്മെൻറ്റിൽ പല യാത്രക്കാർക്ക് പലതരം നിരക്കുകൾ. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കുറവ് ചാർജ്, അവസാനം ബുക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് കൂടുതൽ ചാർജ്. അങ്ങനെയൊക്കെയാണ് ഇത്തവണത്തെ വർധന. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ഈ നിരക്ക് വർധനയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കപ്പെട്ട കാരണങ്ങളുണ്ടോ? ട്രൂത്ത് ഇൻസൈഡ് അന്വേഷിക്കുന്നു. കൂകിപ്പായുകയും താളത്തിൽ കിതയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന തീവണ്ടിയായി പാട്ടുകളിലും കഥകളിലുമൊക്കെ ഉൾച്ചേർന്ന് കുട്ടിക്കാലം മുതൽ തന്നെ ഇന്ത്യൻ റെയിൽവേയും ട്രെയിനും നമ്മളോടൊപ്പമുണ്ട്. വലുതാവുമ്പോൾ കൗതുകത്തിനുമപ്പുറം നമ്മളിൽ പലരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറും അത്. ജീവിതയാത്രയുടെ ഭാഗമായി സ്വന്തം നാടുവിട്ട് ദൂരസ്ഥലങ്ങളിലെത്തിയവർക്ക് പിന്നീട് വീടും നാടുമായുള്ള ബന്ധത്തിലെ പ്രധാന കണ്ണി ട്രെയിനും ഇന്ത്യൻ റെയിൽവേയുമാണ്. ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി തുടർച്ചയായ ദീർഘയാത്രകൾ വേണ്ടിവരുന്നവരുടെ ആശ്രയവും ഇതുതന്നെ. കുറഞ്ഞ നിരക്കിൽ സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്നുവെന്നതാണ് ട്രെയിനുകൾക്ക് പണ്ട് മുതലേയുള്ള വിശേഷണം. എന്നാൽ അടുത്ത കാലത്തായി ഇതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. യാത്രാ നിരക്കുകൾ ഒട്ടും വർദ്ധിപ്പിക്കാതെ ചിലപ്പോഴൊക്കെ ചില ഇളവുകൾ പോലും പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേയെ ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയ ലാലു മാജിക്കിൻ്റെ കാലം കഴിഞ്ഞു. പിന്നീടങ്ങോട്ട് പലതരത്തിലുള്ള നിരക്ക് വർധനയുടെ കാലമായിരുന്നു. പ്രത്യക്ഷവും പരോക്ഷവുമായ നിരക്ക് വർധനകൾ. യാത്രാക്കൂലി കൂട്ടിയെന്ന വാർത്തകളോടൊപ്പം വന്ന വർധനകൾക്ക് പുറമെ സർചാർജായും ടിക്കറ്റ് റദ്ദാക്കുന്നതിനുള്ള പിഴവർധനയായുമൊക്കെ യാത്രക്കാരുടെ കയ്യിലെ ദീർഘചതുര കടലാസിൽ രേഖപ്പെടുത്തുന്ന തുകയുടെ വലിപ്പം കൂടിക്കൂടി വന്നു. ഇതൊക്കെ എല്ലാ യാത്രക്കാർക്കും പൊതുവായി അനുഭവപ്പെടുന്ന വർധനകൾ. ഇനി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെട്ട് അവനവൻ്റെ നാട്ടിലേക്കും വീട്ടിലേക്കും പോകാൻ കാത്തിരിക്കുന്ന ദീർഘദൂര യാത്രക്കാരോട് കഴിഞ്ഞ കുറച്ചു കാലമായി റെയിൽവേ കൈക്കൊള്ളുന്ന ഒരു സമീപനമുണ്ട്. അതാണ് രാജധാനി, ദുരന്തോ, ശതാബ്ദി ട്രെയിനുകളുടെ യാത്രാക്കൂലിയിൽ പലതരത്തിൽ വരുത്തുന്ന വർധന. ടിക്കറ്റ് നിരക്കിൽ തന്നെ ഭക്ഷണവിലയും ഉൾപ്പെടുന്നതിനാൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിപ്പിച്ചും മറ്റും പലതവണ ഈ ട്രെയിനുകളുടെ നിരക്കുകൾ ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള രാജധാനിയിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സേവനങ്ങൾ വെട്ടിച്ചുരുക്കുന്ന പാൻട്രി കരാറുകാരുടെ നടപടികൾക്ക് അപ്രഖ്യാപിത പിന്തുണ നൽകിയും റെയിൽവേ യാത്രക്കാരെ പിഴിയുന്നു. നിരക്ക് വർധന രാജധാനി ടൈപ്പ് ട്രെയിനുകൾക്ക് ആയതുകൊണ്ട് തന്നെ അത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് റെയിൽവേയുടെ വാദം. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? കേരളം അടക്കമുള്ള വിദൂര സംസ്ഥാനങ്ങളിലെങ്കിലും രാജധാനി അടക്കമുള്ള ട്രെയിനുകൾ സാധാരണക്കാർക്ക് കൂടി ആശ്രയമാണ്. രാജധാനി വിഭാഗത്തിൽപ്പെടുന്ന ട്രെയിനുകൾ സാമ്പത്തികമായി ഉയർന്നവർക്കുള്ളതാണെന്ന ചിന്തയിൽ അതിലെ നിരക്ക് വർദ്ധിപ്പിച്ചാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ തെറ്റി. ശീതീകരിച്ച കമ്പാർട്ട്മെൻറ്റിലെ യാത്രയും കൃത്യസമയത്തെ ഭക്ഷണ വിതരണവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആസ്വദിക്കാനായി പണം ഇഷ്ടം പോലെ ചെലവഴിക്കാൻ കഴിവുള്ളവരൊന്നുമല്ല കേരളമടക്കം രാജ്യതലസ്ഥാനത്തു നിന്ന് ഏറെ ദൂരെയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള രാജധാനി ട്രെയിൻ യാത്രക്കാർ. വർഷത്തിൽ 1-2 തവണ അവധി ലഭിച്ച് ആറ്റുനോറ്റിരുന്ന് നാട്ടിൽ പോകുന്നവർ. സ്ഥിരം പിടിച്ചുപറിയും കൊള്ളയും നടക്കുന്ന റൂട്ടുകളിൽ പ്രിയപ്പെട്ടവർക്കായി സ്വന്തം അധ്വാനത്തിൻ്റെ വിയർപ്പ് കൊടുത്തു വാങ്ങിയ സമ്മാനങ്ങളുമായി അല്പം സുരക്ഷിതത്വത്തോടെ യാത്ര ചെയ്യാമെന്ന് ചിന്തിക്കുന്നവർ. കുടുംബവുമായി 2-3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നത് ഒഴിവാക്കാമെന്ന് കരുതുന്നവർ. യാത്രാ സമയത്തിൻ്റെ ദൈർഘ്യം ഇത്തിരിയെങ്കിലും കുറയ്ക്കാമെന്ന് കരുതുന്നവർ. തിരക്കുള്ള സമയത്ത് ബുക്കിംഗ് ആരംഭിക്കുന്ന ദിവസം തന്നെ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ടിക്കറ്റ് വിറ്റുതീരുന്ന കേരള റൂട്ടുകളിൽ മറ്റു വണ്ടികളിൽ താഴ്ന്ന ക്ലാസുകളിൽ ടിക്കറ്റ് കിട്ടാതെ രാജധാനിയെ ആശ്രയിക്കേണ്ടി വരുന്നവർ. അവരൊക്കെയാണ് കേരളത്തിലേക്കും മറ്റ് വിദൂര സംസ്ഥാനങ്ങളിലേക്കുമൊക്കെയുള്ള രാജധാനി, ദുരന്തോ ട്രെയിനുകളുടെ യാത്രക്കാർ. കുറഞ്ഞ പക്ഷം 3 ടയർ AC-യിലെങ്കിലും. അതുകൊണ്ട് തന്നെ തിരക്കിനനുസരിച്ച് നിരക്ക് കൂട്ടുന്ന നയമനുസരിച്ച് സെപ്റ്റംബർ 9 മുതൽ രാജധാനിയിലെയും ദുരന്തോയിലെയും ശതാബ്ദിയിലെയും നിരക്കിൽ വരുത്തിയിട്ടുള്ള വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുക ദൂരദേശങ്ങളിൽ ജോലിയെടുക്കുന്ന സ്ഥിരവരുമാനക്കാരായ സാധാരണക്കാരെയാണ്. 3 ടയർ AC, 2 ടയർ AC, AC ചെയർ കാർ, സ്ലീപ്പർ എന്നീ ക്ലാസുകളിലാണ് വർധന നടപ്പാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് AC-യിലും എക്സിക്യൂട്ടീവ് ചെയർ കാറിലും വർധനയില്ല. അതായത് സ്ഥിരവരുമാനക്കാരായ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ക്ലാസുകളിൽ മാത്രമാണ് നിരക്ക് വർധന. കൂടുതൽ പണം ചെലവഴിക്കാൻ കഴിവുള്ളവർക്കായി വിഭാവനം ചെയ്തിട്ടുള്ള ക്ലാസുകളിൽ നിരക്ക് വർധന ഇല്ല എന്നർത്ഥം. രാജധാനി ടൈപ്പ് ട്രെയിനുകളിൽ സ്ലീപ്പർ ക്ലാസ് ഉള്ള ഒരേയൊരു വിഭാഗമാണ് ദുരന്തോ എക്സ്പ്രസുകൾ.
അതുകൊണ്ട് തന്നെ ദുരന്തോയിലെ സ്ലീപ്പർ ക്ലാസ് നിരക്കുകളിൽ വരുത്തിയിട്ടുള്ള വർധന ബാധിക്കാൻ പോകുന്നത് ദീർഘദൂര യാത്രക്കാരായ സാധാരണക്കാരെയാണ്. കേരളത്തിലേക്കുള്ള ദുരന്തോ എക്സ്പ്രസ് ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത് ശനിയാഴ്ചകളിൽ രാത്രി 9:35-നാണ്. പുതിയ നിരക്ക് വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന യാത്രക്കാരിൽപ്പെട്ടവരാണ് കേരളത്തിലേക്കുള്ള ദുരന്തോ എക്സ്പ്രസ് യാത്രക്കാർ. കൂടുതൽ ചാർജ് ചെയ്യുമ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് അവർ ഒപ്പിക്കണം ഏതിലാണെങ്കിലും. ഇപ്പോൾ ഒരേ ചാർജ് കൊടുത്തിട്ട് ഇപ്പോൾ പല ചാർജ് കൊടുത്തിട്ട് ഒരേ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അതും വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഇത്രയും റേറ്റ് എന്തുകൊണ്ടാണ് കൂടുതൽ എന്ന് ശരിക്കും ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ആകെ 42 രാജധാനി ട്രെയിനുകളും 46 ശതാബ്ദി ട്രെയിനുകളും 54 ദുരന്തോ ട്രെയിനുകളുമാണ് ഇന്ത്യയിൽ സർവീസ് നടത്തുന്നത്. ഇപ്പോഴത്തെ നിരക്ക് വർധനയ്ക്കൊപ്പം ഇവയിലെ തത്കാൽ ടിക്കറ്റ് നിരക്കുകളും വർദ്ധിപ്പിച്ചു. തത്കാൽ ടിക്കറ്റുകൾക്ക് അടിസ്ഥാന നിരക്കിന്റെ 1.5 മടങ്ങ് തുക നൽകണം. പെട്ടെന്ന് ഇതിലൊരു 100-300 രൂപ ഇപ്പം ഒറ്റടിക്ക് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ 1600 ഇപ്പോൾ 1900 മേലോട്ട് അയക്കുക. യാത്രക്കാരെ സാധാരണക്കാരെ സംബന്ധിച്ച് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം തന്നെയാണ്. ആഴ്ചയിൽ 3 ദിവസമാണ് കേരളത്തിലേക്കുള്ള രാജധാനി എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. ഞായർ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ. നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 10:55-ന്. ഫ്ലെക്സി റേറ്റ് സമ്പ്രദായത്തിൻ്റെ ഇരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് കേരളത്തിലേക്കുള്ള രാജധാനി യാത്രക്കാരും. ദുരന്തോയെ പോലെ തന്നെ വലിയ രീതിയിലാണ് കേരളത്തിലേക്കുള്ള രാജധാനി യാത്രക്കാരെയും ഈ നിരക്ക് വർധന ബാധിക്കുന്നത്. പാവപ്പെട്ടവന് നേരത്തെ കാലത്ത് ബുക്ക് ചെയ്യേണ്ടി വരും. എന്താ പറയുക, പൈസക്കാരൻ അപ്പം വന്ന് ബുക്ക് ചെയ്താലും സംഭവം കിട്ടും എന്നുള്ള രീതിയാണ് ഇപ്പോൾ റെയിൽവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവന് ഇതിൽ പൊയ്ക്കോളണമല്ല, വേറെ ഏതാ വണ്ടിക്ക് പൊയ്ക്കോട്ടെ എന്നുള്ള ലെവലാണ് റെയിൽവേ എന്ത് ചെയ്യണത് ചിന്തിക്കുന്നതെന്നാണ് നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത്. അതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് കൂടുതലും യാത്ര ചെയ്യുന്നത് സാധാരണക്കാരനാണ് കൂടുതലും എന്തായാലും പ്രശ്നങ്ങൾ റെയിൽവേയിൽ സംഭവിച്ചു നിൽക്കുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന പേരിൽ തിരക്കനുസരിച്ച് നിരക്ക് വർദ്ധിപ്പിക്കുന്ന രീതി റെയിൽവേ കുറച്ചു മുൻപ് തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ അത് പ്രത്യേക പ്രീമിയം ട്രെയിനുകൾ എന്ന പേരിൽ ആരംഭിച്ച സുവിധാ സർവീസുകളിലായിരുന്നു. ഓൺലൈനിലൂടെ മാത്രം ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കഴിയുന്ന ഇത്തരം ട്രെയിനുകളിൽ ടിക്കറ്റിന് ആവശ്യകത കൂടുന്നതിനനുസരിച്ച് നിരക്കും വർദ്ധിക്കും. വിമാന കമ്പനികൾ ടിക്കറ്റിന് ആവശ്യക്കാർ കൂടുന്ന സമയത്ത് കൂടുതൽ നിരക്ക് ഈടാക്കുന്ന അതേ മാതൃകയിൽ. പക്ഷേ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ നിരക്ക് സമ്പ്രദായവും വണ്ടികളും ആരംഭിച്ച് അല്പകാലത്തിനകം തന്നെ വലിയ പരാതികൾ ഉയർന്നു. സാധാരണക്കാരായ യാത്രക്കാർ വണ്ടിയിൽ എപ്പോഴും തിരയുക 3 ടയർ AC ടിക്കറ്റുകളുടെ ലഭ്യതയാണ്. അതിന് ആവശ്യകത കൂടുമ്പോൾ സ്വാഭാവികമായി നിരക്കുയരും. അതേസമയം 2 ടയർ ACയുടെയും ഫസ്റ്റ് ACയുടെയും നിരക്കുകൾ ആവശ്യകത കുറവായതുകൊണ്ട് അത്ര ഉയരുകയുമില്ല. പലപ്പോഴും ഇത്തരം വണ്ടികളിൽ യാത്രക്കാർ 3 ടയർ ACയിൽ യാത്ര ചെയ്യാൻ 2 ടയർ ACയേക്കാൾ പണം നൽകേണ്ടതായി വന്നു. കേരളത്തിലേക്ക് ഓടിച്ച പ്രീമിയം ട്രെയിനിൽ 3500 രൂപയ്ക്ക് 2 ടയർ AC ടിക്കറ്റ് വിറ്റപ്പോൾ 3 ടയർ ACക്ക് 7000 രൂപ നൽകേണ്ടി വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാജധാനി, ദുരന്തോ, ശതാബ്ദി ട്രെയിനുകളിൽ നടപ്പാക്കിയിട്ടുള്ളത് ഈ മാതൃകയിലുള്ള വർധനയല്ല. തിരക്കിനനുസരിച്ച് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ ഡൈനാമിക് പ്രൈസിംഗ് സമ്പ്രദായം എന്നാണ് റെയിൽവേ വിളിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ വർധനയെ വിശേഷിപ്പിക്കുന്നത് ഫ്ലെക്സി സമ്പ്രദായം എന്നാണ്. ഫ്ലെക്സി എന്നാണ് പേരെങ്കിലും ഈ വർധനവ് അത്ര ഫ്ലെക്സി അഥവാ വഴക്കമുള്ളതല്ല. മാൻഡേറ്ററി അഥവാ നിർബന്ധിതമായി നടപ്പാക്കുന്ന വർധന തന്നെയാണ്. ആവശ്യകത കൂടുന്നതിനനുസരിച്ചൊന്നുമല്ല ടിക്കറ്റ് ചാർജ് വർദ്ധിക്കുക. ബുക്കിംഗ് ആരംഭിച്ച് ആദ്യത്തെ 10% ടിക്കറ്റുകൾ മാത്രമാണ് അടിസ്ഥാന നിരക്കിൽ ബുക്ക് ചെയ്യാൻ കഴിയുക. അത് കഴിഞ്ഞാൽ നിരക്ക് 10% വർദ്ധിക്കും. അത് തിരക്കുള്ള കാലമായാലും അത്ര തിരക്കില്ലാതെ ബുക്കിങ്ങിൻ്റെ വേഗത കുറഞ്ഞാലും 10% കൂടുതൽ നിരക്ക് ഈടാക്കും. ഇങ്ങനെ ഓരോ 10% ടിക്കറ്റുകൾ വിറ്റുതീരുമ്പോഴും 10% വെച്ച് നിരക്ക് കൂടും. അവസാനമാകുമ്പോഴേക്കും ടിക്കറ്റ് നിരക്ക് അടിസ്ഥാന നിരക്കിൻ്റെതിനേക്കാൾ 1.5 ഇരട്ടി വരെ വർദ്ധിക്കും. കേരളത്തിലേക്കുള്ള രാജധാനി ടൈപ്പ് സർവീസുകളിൽ 3 ടയർ AC ടിക്കറ്റിൻ്റെ അടിസ്ഥാന നിരക്ക് 3260 രൂപയോളമാണ്. 1.5 ഇരട്ടിയോളം വർദ്ധിക്കുമ്പോൾ അധികം നൽകേണ്ടി വരുന്ന തുക 1500 രൂപയോളം. അതായത്
ഒരേ ട്രെയിനിൽ ഒരേ ക്ലാസ്സിൽ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നയാളും അവസാനം ബുക്ക് ചെയ്യുന്നയാളും നൽകേണ്ടി വരുന്ന തുകയിലെ വ്യത്യാസമാണിത്. 3 ടയർ എ സിയിൽ അവസാനത്തെ 10%-ൽപ്പെട്ടവർ 2 ടയർ എ സിയുടെ അടിസ്ഥാന നിരക്കിനേക്കാൾ കൂടുതൽ തുക നൽകണം. 2 ടയർ എ സിയിൽ അവസാനം ബുക്ക് ചെയ്യുന്നയാൾ ഏകദേശം ഫസ്റ്റ് എ സിയിൽ യാത്ര ചെയ്യാൻ ആവശ്യമായ തുകയുടെ അടുത്ത് നൽകേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രെയിനിൽ വരാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ അപ്പോൾ ഉള്ളത്. കാരണം എന്നുണ്ടെങ്കിൽ 3000-ൻ്റെ അടുത്ത് 3000-ൻ്റെ മേലെ ആയതുകൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ ഈ ഡൽഹിക്ക് വന്നത്. ഇപ്പം 4400 രൂപേൻ്റെ അടുത്ത് വരും. അത് നമ്മൾ എമർജൻസിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലാത്ത ചിലവുകൾ, പുറമെ ചിലവുകളൊക്കെ വരുന്നത് വേറെ ഉണ്ടാവും. അപ്പം അതൊരു വലിയൊരു ഇത് തന്നെയാണ്. ഒരേ ക്ലാസ്സിൽ ഒരേ സൗകര്യങ്ങൾ അനുഭവിച്ച് യാത്ര ചെയ്യേണ്ടവർക്കാണ് ഇങ്ങനെ വ്യത്യസ്ത നിരക്കുകൾ നൽകേണ്ടി വരുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 10%-ൽ അടിസ്ഥാന നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരും അവസാനം ബുക്ക് ചെയ്യുന്നവരും തമ്മിലുള്ള നിരക്ക് വ്യത്യാസം വളരെ വലുതാണ്. ഞങ്ങൾ തന്നെ ഓൺലൈനിൽ തൽക്കാലമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പം അങ്ങനെയാകുമ്പം ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന ടൈമിലാണ് ഇത്രയും റേറ്റ് തന്നെ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 1600 റേഞ്ച് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ 1900 എന്ന റേഞ്ച് ഒരു ടിക്കറ്റിന് ആയപ്പോഴേക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും എന്നൊരു അവസ്ഥയിൽ വന്നിരുന്നു. പിന്നെ ഒരു കണക്കിനാണ് ഒരു തരത്തിൽ ആ ടിക്കറ്റ് ഒന്ന് എടുത്തു വന്നത്. ഫ്ലക്സി നിരക്ക് സമ്പ്രദായത്തിലെ വിവേചനവും വൻതോതിലുള്ള വർധനയും ഒക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ റെയിൽവേ നൽകുന്ന ഒരേയൊരു ഉത്തരം ഇപ്പോഴും ട്രെയിൻ യാത്രാ നിരക്ക് വിമാനയാത്രാ നിരക്കിനേക്കാൾ എത്രയോ താഴെയാണ് എന്നാണ്. സർവീസുകൾ നടത്താൻ ചെലവഴിക്കുന്നതിൻ്റെ ആകെ 57% മാത്രമാണ് യാത്രാ നിരക്കിലൂടെ ഈടാക്കുന്നതെന്ന് ടിക്കറ്റുകളിലൊക്കെ അടിച്ചു നൽകുന്നുമുണ്ട് റെയിൽവേ. പക്ഷേ അങ്ങനെയൊരു വിശദീകരണത്തിന് എന്തർത്ഥമാണുള്ളത്? വിമാനയാത്രയാണെങ്കിൽ കേരളത്തിലെത്താൻ എടുക്കുന്ന സമയം 3.5 മണിക്കൂറോളമാണ്. ട്രെയിനുകളാവട്ടെ യാത്ര ആരംഭിച്ച് 3ാമത്തെ ദിവസമാണ് കേരളത്തിലെത്തുക. 3.5 മണിക്കൂർ കൊണ്ട് പറന്നെത്താൻ കഴിയുന്ന യാത്രയുടെയും 3 ദിവസം ചെലവഴിച്ച് അതിൻ്റെ എല്ലാ ആലസ്യവും സമയനഷ്ടവും അനുഭവിച്ച് നടത്തുന്ന യാത്രയുടെയും ചെലവുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? ഇനി ഈ അവകാശവാദം പരിശോധിച്ചാൽ തന്നെ അത് തെറ്റാണെന്ന് വിലയിരുത്തേണ്ടി വരും. വിവിധ വിമാന കമ്പനികളുടെ ബജറ്റ് വിമാന സർവീസുകളിൽ ചില റൂട്ടുകളിൽ മുൻപ് തന്നെ നേരത്തെ ബുക്ക് ചെയ്താൽ രാജധാനി 3 ടയർ എ സി നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ എക്കണോമി ക്ലാസ് ടിക്കറ്റ് ലഭിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ വിമാന കമ്പനികൾ വലിയ ഇളവുകൾ പ്രഖ്യാപിക്കും. അത്തരം സാഹചര്യങ്ങളിലും രാജധാനി ട്രെയിനുകളുടെ 3 ടയർ എ സിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ ലഭിക്കും. ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കും ബാംഗ്ലൂരിലേക്കും എപ്പോഴും വിമാന കമ്പനികൾ കുറഞ്ഞ നിരക്കാണ് ഈടാക്കാറുള്ളത്. ഇപ്പോൾ രാജധാനി നിരക്കുകൾ ഉയർത്തുക കൂടി ചെയ്തപ്പോൾ ഈ റൂട്ടുകളിൽ ഏകദേശം എല്ലാ സമയത്തും വിമാന ടിക്കറ്റ് നിരക്കുകൾ രാജധാനി 3 ടയർ എ സി നിരക്കുകളേക്കാൾ കുറഞ്ഞിരിക്കുന്ന സ്ഥിതിയായിട്ടുണ്ട്. പുതിയ ഫ്ലക്സി നിരക്ക് സമ്പ്രദായം ആരംഭിച്ച് 1.5 മാസം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള രാജധാനി 3 ടയർ എ സി നിരക്കുകളും വിമാന ടിക്കറ്റ് നിരക്കുകളും ഓൺലൈനിൽ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. ഒക്ടോബർ അവസാനമാണ് ഡിസംബർ 1-നുള്ള ടിക്കറ്റുകളുടെ ലഭ്യതയും നിരക്കുകളും പരിശോധിച്ചത്. ഒരേ ദിവസം വിമാന ടിക്കറ്റ് നിരക്ക് 2288 രൂപ. രാജധാനി ട്രെയിനിലെ 3 ടയർ എ സി നിരക്ക് 3155 രൂപ. ഇതിൽ 218 രൂപ ഫ്ലക്സി നിരക്ക് സമ്പ്രദായത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ അധിക ചാർജാണ്. 2288 രൂപ നൽകിയാൽ 2.25 മണിക്കൂർ കൊണ്ട് വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലെത്താമെന്നിരിക്കെ കയറിയാൽ 3-ാം ദിവസം ബാംഗ്ലൂരിലെത്താൻ രാജധാനി ട്രെയിനിൽ ഏറ്റവും കുറഞ്ഞ ക്ലാസ്സിൽ 3155 രൂപ നൽകണം. ഓൺലൈൻ പരിശോധനയിൽ കൊച്ചിയിലേക്കും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഡിസംബർ 3 ഫ്ലക്സി സമ്പ്രദായം അനുസരിച്ച് ദുരന്തോ 3 ടയർ എ സി നിരക്ക് ഉയർന്ന് 4240 രൂപയിലെത്തി. ഫ്ലക്സി അധിക ചാർജ് 980 രൂപ. എന്നാൽ അതേസമയം വിമാന ടിക്കറ്റ് നിരക്ക് 3569 രൂപയായിരുന്നു. താങ്ങാനാവാത്ത അത്ര വലിയ വർധന വന്നതോടുകൂടി വലിയൊരു വിഭാഗം യാത്രക്കാർ യാത്ര ട്രെയിനിൽ നിന്ന് വിമാനത്തിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ വിമാനയാത്രയെക്കുറിച്ച് ആലോചിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് റെയിൽവേയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. ട്രെയിൻ യാത്രയ്ക്ക് വിമാനത്തേക്കാൾ ചെലവേറുമെങ്കിൽ എന്തിനാണ് 3 ദിവസം ട്രെയിനിലിരിക്കുന്നതെന്ന് പല യാത്രക്കാരും രോഷത്തോടെ തന്നെ ചോദിക്കുന്നു. ഫ്ലൈറ്റിന് തന്നെ ഫ്ലൈറ്റിനേക്കാൾ റേറ്റ് ട്രെയിന് സാധാരണ കൂടുന്നുണ്ട്. അതുകൊണ്ടിപ്പം 2-3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും ഒറ്റ ദിവസം ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതും തമ്മിലുള്ള ആ വ്യത്യാസവും കാശിൻ്റെ വ്യത്യാസം വളരെ വരുന്നുണ്ട്.
ഇത് യാത്രാ ചെലവ് കൂടുന്നത് സാധാരണക്കാരന് തന്നെയാണ് കൂടുതലും എഫക്റ്റ് ആവുന്നത്. അതല്ലാതെ വി ഐ പി എന്ന് പറഞ്ഞാൽ പോലെ എന്തായാലും ഫ്ലൈറ്റിന് തന്നെ ഇപ്പോൾ ഞങ്ങളിൻ്റെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ വരാനുള്ള സംവിധാനത്തെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചും യാത്ര ചെയ്യുന്നവരിൽ പലരും ബാംഗ്ലൂർ വഴിയുള്ള കുറഞ്ഞ നിരക്ക് വിമാന ടിക്കറ്റുകൾ നേരത്തെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിലവിൽ റെയിൽവേയുടെ ഫ്ലെക്സി പ്രൈസിംഗിന്റെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ വലിയ സാധ്യതയായി ഇവർ കാണുന്നു. കാലിക്കറ്റിന് ഞാൻ ബാംഗ്ലൂരിലേക്ക് ബസ്സിന് പോയി. ബാംഗ്ലൂർ ടു ഡൽഹി വന്നത് ആകെ 2600 ചില്ലാൻ രൂപയാണ് ഫ്ലൈറ്റ് ചാർജ് എനിക്ക് ആയത്. അപ്പോൾ അത് വെച്ച് നോക്കുന്നേരം ഇത് വളരെയധികം ജാസ്തിയാണ് ഈ റേറ്റ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം 4400 രൂപയ്ക്കാണ് ഇപ്പോൾ ഒരു ടിക്കറ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുന്നേരം വളരെയധികം കൂടുതലാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ട്രെയിനിനൊരു യാത്ര ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഫ്ലൈറ്റിലേക്ക് നോക്കില്ല നമ്മളിപ്പോൾ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. ഇതിലും ഇപ്പോൾ ടിക്കറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നേരത്തെ കാലത്തെ ബുക്ക് ചെയ്താൽ തന്നെയല്ലോ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റും ഇതേ ഒരു ആഴ്ച 2 ആഴ്ച മുമ്പ് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസേ നമുക്ക് വരുന്നുള്ളൂ. ഇതിൽ സുഖസുന്ദരം ഇതിലും കുറവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെയധികം ഫ്ലൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിപ്പം നിലവിൽ നമുക്ക് വരാൻ കഴിയുന്നുണ്ട്. റെയിൽവേയുടെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. മലയാളികളുടെ സംഘടനകൾ അടക്കമുള്ളവർ ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധം അറിയിക്കുകയും നിരക്ക് വർധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലെക്സി പേ എന്ന് പറയുന്ന ഈ സമ്പ്രദായം തന്നെ പ്രവാസി മലയാളികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ജനസംസ്കൃതി ഈ കാര്യത്തിൽ റെയിൽവേ മന്ത്രിക്ക് ഈ തീരുമാനം അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ നിവേദനം കൊടുക്കുകയും ബഹുജനങ്ങളടക്കമുള്ള ആളുകളെ ഇതിൻ്റെ പിന്നിൽ അണിനിരത്താനുള്ള ശ്രമങ്ങൾ സംഘടനാപരമായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള ജനകീയ നീക്കങ്ങളെ ഒക്കെ പരിഹസിച്ച് തള്ളുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും ഇതിനെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു ജനകീയ മുന്നേറ്റമായി ഇതിനെതിരെ നീക്കം നടത്തിക്കൊണ്ട് വരാൻ തന്നെയാണ് ജനസംസ്കൃതിയുടെ ഇപ്പോഴുള്ള നമ്മളുടെ തീരുമാനം. എന്നാൽ നിരക്ക് വർധന നടപ്പാക്കി 2 ദിവസം കഴിഞ്ഞ് റെയിൽവേ പ്രതികരിച്ചത് നിഷേധാത്മകമായാണ്. നിരക്ക് വർധനയ്ക്ക് ശേഷവും നല്ല രീതിയിൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ടെന്നും വർധന പിൻവലിക്കില്ലെന്നും റെയിൽവേ പ്രതികരിച്ചു. ഓരോ ദിവസവും 80 ലക്ഷം രൂപ അധിക വരുമാനമുണ്ടായെന്നായിരുന്നു അവകാശവാദം. വർധന നടപ്പാക്കുന്നതിനെതിരെ ഉയരുന്ന പ്രതിഷേധം കണക്കിലെടുക്കുന്നില്ലെന്ന സൂചനയാണ് റെയിൽവേ ബോർഡ് അംഗങ്ങൾ തന്നെ നൽകിയത്. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോൾ റെയിൽവേക്ക് തന്നെ അവകാശവാദങ്ങൾ തിരുത്തേണ്ടി വന്നു. ഉത്സവകാലത്ത് ഫ്ലെക്സി പ്രൈസിംഗ് നടപ്പാക്കിയിട്ടും ഒക്ടോബറിന്റെ ആദ്യ പകുതിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 232 കോടി രൂപയുടെ കുറവുണ്ടായെന്നാണ് കണക്ക്. യാത്രക്കാർ കൂടുതലായി വിമാനയാത്രയെ ആശ്രയിക്കുന്നതുകൊണ്ടാണ് ഇതെന്നാണ് കണക്കുകൾ പറയുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിലും ഇതുതന്നെ ആവർത്തിക്കുമെന്നും ഭൂരിഭാഗം രാജധാനി ദുരന്തോ ശതാബ്ദി ട്രെയിനുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും ഉള്ള വിലയിരുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. ഗോവ, കേരളം, മുംബൈ, കൊൽക്കത്ത, അമൃത്സർ, ലക്നൗ, ചെന്നൈ തുടങ്ങി നല്ല തിരക്കുണ്ടാവാറുള്ള റൂട്ടുകളിലെല്ലാം ഇതുതന്നെയാണ് സ്ഥിതി. ഫ്ലെക്സി നിരക്ക് സമ്പ്രദായം നടപ്പാക്കിയതിനു ശേഷം ടിക്കറ്റ് വിൽപ്പനയിൽ 15 മുതൽ 20% വരെ കുറവുണ്ടായെന്ന് റെയിൽവേ അധികൃതർ തന്നെ പറയുന്നു. ഏറ്റവും ഒടുവിലത്തെ റെയിൽവേ മന്ത്രാലയം തന്നെ കൊടുത്ത കണക്ക് വെച്ചുകൊണ്ട് റെയിൽവേ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത് നയം എന്ന് ഒരിക്കൽ പറഞ്ഞ മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു. ഇതുകൊണ്ട് നഷ്ടം കൂടുന്നതേ ഉള്ളൂ, ലാഭം ഉണ്ടാവുന്നില്ല. അപ്പോൾ സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണോ നടത്തിയത്, ലാഭം ഉണ്ടാക്കാനാണ്, യാത്രക്കാർക്ക് സൗകര്യം കൂട്ടാനെന്ന് ഒരു വശത്ത് പറയുമ്പോഴും ശരിക്ക് അതിൻ്റെ ഫലം, അതിനനന്തര ഫലം ആ ഒരു ഗവൺമെൻറ് ഉദ്ദേശിച്ച് നേരെ വിരുദ്ധമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ നയം ജനവിരുദ്ധമാണെന്ന് മാത്രമല്ല ഒട്ടും ഭരണപരമായിട്ട് പോലും സർക്കാരിന് ലാഭം ഉണ്ടാക്കുന്ന സംഭവമല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും പിൻവലിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ സാഹചര്യം റെയിൽവേ ഒറ്റയടിക്ക് സൃഷ്ടിച്ചെടുത്തതല്ല. പല രൂപത്തിലായി തുടർച്ചയായി നിരക്ക് വർധന നടപ്പാക്കുന്നുണ്ടായിരുന്നു. അടുത്തിടെയാണ് ബുക്ക് ചെയ്ത ടിക്കറ്റ് റദ്ദാക്കാനുള്ള നിരക്ക് വർദ്ധിപ്പിച്ചത്. ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് വരെ മാത്രമേ ടിക്കറ്റ് റദ്ദാക്കാനാവൂ എന്ന നിബന്ധനയും കൊണ്ടുവന്നു. ട്രെയിൻ പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനും 12 മണിക്കൂറിനും ഇടയിൽ റദ്ദാക്കിയാൽ നിരക്കിൻ്റെ 25% നഷ്ടപ്പെടും. 12 മണിക്കൂറിനും 4 മണിക്കൂറിനും ഇടയിൽ റദ്ദാക്കിയാൽ പകുതി തുക നഷ്ടപ്പെടും. കുട്ടികളുടെ ടിക്കറ്റ് നിരക്കും ഇരട്ടിയാക്കി. 5നും 12നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് പ്രത്യേക സീറ്റോ ബർത്തോ എടുക്കണമെങ്കിൽ പൂർണ്ണ നിരക്ക് നൽകണം. പ്രത്യേക ബർത്തോ സീറ്റോ എടുത്തില്ലെങ്കിലും പകുതി നിരക്ക് നൽകണം. ഇന്ധനവിലയിലെ വ്യത്യാസമനുസരിച്ച് നിരക്കിൽ മാറ്റം വരുത്താനും തീരുമാനമെടുത്തിരുന്നു. ഡീസൽ വില വർദ്ധിച്ചപ്പോൾ അക്കാര്യം പറഞ്ഞ് ടിക്കറ്റ് നിരക്കിൽ വരുത്തിയ വർധന പക്ഷേ ഡീസൽ വില കുറഞ്ഞപ്പോൾ പിൻവലിക്കാൻ റെയിൽവേ തയ്യാറായില്ല. ഇതിൻ്റെ എല്ലാം തുടർച്ചയായാണ് ഇപ്പോൾ ഫ്ലെക്സി പ്രൈസിംഗിൻ്റെ പേര് പറഞ്ഞ്
രാജധാനി ടൈപ്പ് സർവീസുകളുടെ നിരക്കുകൾ വിമാന നിരക്കിനേക്കാൾ ഉയർത്തിയത്. സ്വകാര്യ വിമാന കമ്പനികളെ സഹായിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായതെന്ന ആക്ഷേപം ഇതിനകം ശക്തമായി ഉയർന്നിട്ടുണ്ട്. സ്വകാര്യ വിമാന സർവീസുകൾ നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഇളവുകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ ആ ആക്ഷേപം ശക്തമാവുന്നു. ഒരു കണക്കിന് ഇപ്പം നോക്കുമ്പോൾ ഒരു തരത്തിൽ ഈ ആരോപണം ഈ പറഞ്ഞ ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ ഫ്ലെക്സി പേയിൽ നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്ന ചാർജും ഇന്ന് വിമാന കമ്പനികൾ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇത് നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഇല്ലാതെ ആവുമ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങോട്ട് പോവുകയാണ്. സാധാരണക്കാരും വീണ്ടും പെരുവഴിയിലാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിമാന കമ്പനികളെ ഇത്തരത്തിൽ സഹായിക്കുന്ന അതായത് ഒരു റിച്ച് അപ്രോച്ച് എന്നുള്ള സാധനത്തിന് ആരോപണം വരുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതോടൊപ്പം റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയവും സംശയമുണർത്തുന്നുണ്ട്. റെയിൽവേ ഓപ്പറേഷൻസ് ഒഴികെയുള്ള മേഖലകളെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ കഴിഞ്ഞ ബജറ്റിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. റെയിൽവേ ഓപ്പറേഷൻസ് സ്വകാര്യവൽക്കരിക്കുന്നത് വിവിധ കാരണങ്ങൾ കൊണ്ട് അത്ര എളുപ്പമല്ല. എന്നാൽ സർവീസുകൾ നഷ്ടമാണെന്നും ജനങ്ങൾക്ക് ആവശ്യമില്ലെന്നുമുള്ള സ്ഥിതി വന്നാൽ അതിനും വലിയ പ്രയാസമുണ്ടാവില്ല. അങ്ങോട്ടുള്ള വഴി എളുപ്പമാക്കാനാണോ ട്രെയിൻ സർവീസുകളുടെ യാത്രാ നിരക്ക് വിമാന നിരക്കിനേക്കാൾ കൂട്ടുന്നതെന്ന സംശയം അത്ര പെട്ടെന്ന് തള്ളിക്കളയേണ്ട ഒന്നല്ല. Platform number 3.